അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രി വന്ന് പറഞ്ഞു. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത്രയും വിഷയമായ ഒരു സാധനത്തെ നിങ്ങൾ എന്തിനാ കൊന്നത്? ഇത്രയും വിഷയമായല്ലേ? ലോകം മൊത്തം അറിഞ്ഞു ഈ സംഭവം ഉണ്ടാക്കിയത്. നിങ്ങൾ എന്തിനാ കൊന്നത്? ആ ജീവരക്ഷാർത്ഥ ഓടലായിരുന്നത്. ഞാൻ ഇന്നലെ ആ വാർത്തയ്ക്കകത്ത് പറഞ്ഞായിരുന്നു. കാരണം ഒരു വലിയ അപകടം ഒഴിവായി. കാരണം ഇത് സ്കൂള് വിട്ട് വരുന്ന വഴിയാണെങ്കിൽ ഇത്രയും പിള്ളേരെ ഇടിച്ചുകൊണ്ടായിരിക്കും പോകുന്നത് അല്ലേ? ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഇത് ചന്ത ലേലം വിളിച്ചേക്കുന്നവൻ ഈ ലോകം മൊത്തം നടന്ന് പിരിക്കും. ചന്തയ്ക്കകത്ത് ഒരു മനുഷ്യനും കച്ചവടം ഇല്ല. അതിൻ്റെ ഒരു നിയമവശം എന്ന് പറഞ്ഞാൽ അറക്കാൻ കൊണ്ടുവരുന്ന ഒരു സാധനം പുറത്ത് പോയിട്ട് വിഷം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വിഷയം. നമസ്കാരം. ഇന്നലെ നമ്മളൊരു വാർത്ത ചെയ്തായിരുന്നു. ഇതേപോലെ ഒരു കാള വിരണ്ടോടി ഒരു ചേച്ചിയൊക്കെ ഇടിച്ചിട്ടൊരു വാർത്തയൊക്കെ ചെയ്തായിരുന്നു. ആ ചേച്ചി ഇത്തിരി സീരിയസ് ആയിട്ട് ICUയിൽ കിടക്കുകയാണ്. ഇന്ന് രാവിലെ ഈ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ആൾക്കാരൊക്കെ മൃഗസ്നേഹികൾക്ക് വിളിച്ചായിരുന്നു. ആ പോത്തിനെ കൊല്ലരുത് എന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. ആ ഒരു കാളയെ കൊല്ലരുത്, അവർ ഇരട്ടി വില കൊടുത്ത് അതിനെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. പക്ഷേ ഞാൻ അവിടെ ചെന്നുമ്പോഴത്തേക്കുള്ള കാഴ്ച ഇതാണ്. കാരണം വെച്ചാൽ ആ ഒരു മൃഗത്തിനെ കൊന്നു കഴിഞ്ഞു. അപ്പോൾ ആ കാഴ്ച ഇതാണ്. അത് കേസാണല്ലോ ഏട്ടാ. നിങ്ങൾ അവന് കൊന്നതിനകത്ത് കേസായ വിഷയമല്ലേ? അടുത്തല്ല വിഷയം. ഒരുപാട് മറ്റേ മേനകാന്തിയൊക്കെ വിളിച്ചോണ്ടിരിക്കുക. ഹലോ ഹലോ പിന്നെ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞ് അതിനെ പിന്നെ ജീവനോടെ എടുക്കാൻ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. അറിഞ്ഞില്ലല്ലോ. നമ്മൾക്ക് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അത് അങ്ങനെ ചെയ്തേനെ. അറക്കാനും ഇല്ലായിരുന്നു സംഭവം. അല്ലാണ്ട് അത്രയും വിഷയമുള്ളൊരു കേസല്ലേ? നിങ്ങളത് നിന്നെ പെട്ടെന്ന് കൊന്നത്. അതിപ്പോൾ അറിയില്ലേ? അത്രയും വാർത്തകൾ പോയല്ലേ? സംഭവം അത് പറഞ്ഞതുമില്ല. ഇത് ആരും നമ്മളുടെ പറയാതെ നമുക്ക് എങ്ങനെ അറിയാം? സാധനം ഇല്ലായിരുന്നു. ഞാൻ വിളിച്ചു പറഞ്ഞാൽ ഓടി വരെയായിരുന്നു അവിടെ നിന്ന് വീട്ടിൽ നിന്ന്. പക്ഷേ നിങ്ങളൊരു ഇന്നലെ വെളുപ്പാങ്കാലത്ത് ഒരു 4 മണിക്കെന്ന് പറഞ്ഞാലും മതിയായിരുന്നു. വെളുപ്പാങ്കാലത്ത് കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയില്ല. ഒരു സ്ത്രീ എത്ര ഇടിച്ച് വിഷയമുള്ള സംഭവമാണ്. നിങ്ങൾ കൊല്ലാൻ പാടുണ്ടായിരുന്നോ? ഇയാൾക്ക് അറിയാലോ. ഇയാളിൽ ഇന്നലെ കാലം കൊണ്ട് പിറകെ ഓടിയത് ഇല്ലേട്ടാ? നിങ്ങളിലെ ഓടി പറയാ. ഇപ്പം അത്രയും വിഷയമായ ഒരു കേസിൽ സംഭവം ആ ലേഡി സീരിയസ് ആണ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ വെട്ടി റെഡിയാക്കിയല്ലേ? വിളിച്ചപ്പോൾ അവർ അറക്കാൻ പറഞ്ഞോണ്ടല്ലേ ഇത്ര വിഷയമുള്ള സാധനം നിർത്തിയേക്കണ്ട, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാൻ നിർത്തിയേക്കണ്ടെന്നൊരു വിഷയമുണ്ട്. നമ്മൾ മയക്കവടിയൊക്കെ വെക്കാൻ വേണ്ടി പോയതാണ്. ലാസ്റ്റ് അത് എങ്ങനെയെങ്കിലും അതിൽ പിന്നെ വീണ്ടും നമ്മളെയും കൂടെ ഒഴിച്ചെടുത്ത്. ചേട്ടാ, അത് ഒന്നാമത്തെ കാര്യം ലോകശ്രദ്ധ നേടിയ ഒരു കാളയാണത്. കാരണം എല്ലാവരും കണ്ടു, അതിൻ്റെ പേടി കാണാൻ ഓടിയത്. ഒരു ജീവൻ്റെ സംഭവമല്ലേ? അല്ല സാറേ, അപ്പോൾ ഇത് ഇനിയും അത് വിഷയം ഉണ്ടാക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഉദ്രോഹമാണ്. ചേട്ടാ, അതിനെ എടുക്കാൻ വേണ്ടി ആൾക്കാരുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു വെച്ചാൽ അതിൻ്റെ ഇരട്ടി വില കൊടുക്കാം. പിന്നെ വിളിച്ച് അങ്ങനെ പറഞ്ഞു, അതിൻ്റെ ഇരട്ടി വില കൊടുക്കാം, അതിനെ രക്ഷപ്പെടുത്താൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതായത് ഇതിപ്പോൾ ഇവിടെ നിന്നാലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചതിന് ശേഷമാണ് അടുത്തത്. അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രി വന്ന് പറഞ്ഞു. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത്രയും വിഷയമായ ഒരു സാധനത്തെ നിങ്ങൾ എന്തിനാ കൊന്നത്? ഇത്രയും വിഷയമായല്ലേ? ലോകം മൊത്തം അറിഞ്ഞു ഈ സംഭവം ഉണ്ടാക്കിയത്. നിങ്ങൾ എന്തിനാ കൊന്നത്? ആ ജീവരക്ഷാർത്ഥ ഓടലായിരുന്നത്. പേടിയുണ്ട്. അതിൻ്റെ ഒരു നിയമവശം എന്ന് പറഞ്ഞാൽ അറക്കാൻ കൊണ്ടുവരുന്ന ഒരു സാധനം പുറത്ത് പോയിട്ട് വിഷം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വിഷയം വരും. സത്യം പറയാലോ, എല്ലാവർക്കും വിഷയം വരും. ആ സ്ത്രീക്ക് വല്ലതും പറ്റിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വിഷയം വരും. ചേട്ടാ, ഇത്രയും വിഷയമുള്ള സംഭവം ഒരു കേസ് തന്നെ ഞാൻ ഇവിടെ മനുഷ്യ സാക്ഷിയാവാറുണ്ട്, ഇത് മൃഗം സാക്ഷിയാണ്.
നിങ്ങൾ അതിനെ കൊന്നു. ഇപ്പം കേസ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും പറ? അതെ, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചിട്ടാണ് ഇത് ഇത്രയും വിഷയമുള്ള സാധനം നിർത്തിയേക്കേണ്ടത് പോലീസ് സ്റ്റേഷൻ പറഞ്ഞു. അതാണ് നമുക്ക് അങ്ങനെ എടുത്തത്, അല്ലാതെ വേറെ ഒന്നും ഉണ്ടല്ല. ഞാൻ ഇന്നലെ ഒന്ന് കണ്ടപ്പോഴത്തേക്കും അത് ജീവൻ പേടിച്ചിരുന്ന് ഓടയായിരുന്നു. അപ്പോൾ സാറിൻ്റെ അപ്പം അതിനെ രക്ഷിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. സാറിൻ്റെ നമുക്ക് അതിൽ തന്നെ പറഞ്ഞാൽ അതിനെ കൊല്ലണ്ടെന്ന് പറഞ്ഞാൽ അതിൽ തന്നെ സാർ ന്യൂസ് ഇട്ട് അറിയുന്നു. അതിനെ അത് കൊല്ലണ്ട മേടിക്കാൻ അത് ഈ പറയുന്ന കുറേ ആൾക്കാർ ഈ പിന്നെ മൃഗങ്ങൾ രക്ഷിക്കുന്ന ആൾക്കാരുണ്ട്, അവരൊക്കെ നമ്മളെ വിളിച്ച് പറഞ്ഞത് അതിനെ കൊല്ലരുത്, അവരെടുത്തോളാന്ന് പറഞ്ഞത്. എന്തൊക്കെയായാലും ഒരു മൃഗത്തിനെ കൊല്ലാൻ കൊണ്ടി വന്നു, അത് ഇടഞ്ഞോടി ഒരു ചേച്ചി ഇപ്പോൾ സീരിയസ് ആണ്. അതിൻ്റെ അയൽവക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. ചേട്ടാ എന്താ അവസ്ഥ? ഇപ്പോൾ കാലത്തെ ഓപ്പറേഷൻ കഴിഞ്ഞു ഒബ്സർവേഷനിലാണ്. ഡോക്ടർമാർ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 മണിക്കൂർ കഴിയട്ടെ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ പുള്ളിക്കാരൻ ആശുപത്രിയിൽ നിന്ന് പോയിട്ട് വന്നതാണ്. അതെ, പോയി വന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞു, ഒബ്സർവേഷനിലാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞതിന് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല, ICUലാണെന്നുള്ള ഇത് മറുപടിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനവിടെ ഒരു 1.5 മണിക്കൂറോളം അവിടെ ഉണ്ടായിരുന്നു. അതെ, ദൈവത്തിൻ്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം, അങ്ങനെ തന്നെയാണ്. ഡോക്ടർമാരും പറഞ്ഞേക്കുന്നത് പ്രാർത്ഥിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റാത്തത്. ഡോക്ടർ പറയുന്നതാണല്ലോ, ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഞങ്ങൾ പുറത്തല്ലേ. എപ്പോഴും നമ്മൾ കാണുന്നൊരു ചേച്ചിയാണ്, അതുകൊണ്ട് അതിലാണ് ഞങ്ങൾക്ക് വിഷമം. അതുകൊണ്ടായിരുന്നു പാടെ നമ്മൾ പോവുകയും ചെയ്തത്, രാവിലെ പോയത് ഞങ്ങൾ. എന്താ പറയുന്നത് ഡോക്ടർ? എന്താ പറയുന്നത്? ഡോക്ടർമാർ ഇപ്പോൾ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 48 മണിക്കൂർ ഒബ്സർവേഷനാണ് ഇത് ചെയ്യുന്നത്. അതിന് തലയ്ക്കാണ്, തല ബാക്കിലാണ് ഭാഗത്ത് അല്ല ഇടിച്ച് റോഡിൽ തള്ളിയിട്ടതാണ്. ഇടിച്ചിങ്ങനെ പൊക്കി എടുത്തിട്ടെന്നാണ് പറഞ്ഞത്. ഉയർന്നു വന്നിട്ട് വീണ് ആ ആഘാതത്തിൽ ഇങ്ങനെ റോഡ് ടാറിലാണ് വീണത് എന്നാണ്. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് ദൈവത്തിന് വിട്ടുകൊടുക്കാമെന്നാണ് ഡോക്ടർ പറയുന്നത്. അതിൽ ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റാത്തതാണ്. അവർ ഡോക്ടർമാർ നമ്മളടുത്ത് അങ്ങനെ കൃത്യമായ ഒരു ഇത് പറഞ്ഞില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ ചെയ്തിട്ടുണ്ട് എന്നാ. കോമ സ്റ്റേജിലാണ്. അപ്പം 48 മണിക്കൂർ നമുക്ക് നോക്കാം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ഇത് അവിടെ അറക്കാൻ കൊള്ളുന്ന ഒരു കാളയാണ്. അത് അവിടെ നിന്ന് കെട്ടുപൊട്ടിച്ച് ഓടിയെന്നാണ് ഇപ്പോൾ അവരൊക്കെ പറയുന്നത്. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ പോയിരുന്ന ആ വിഷ്വൽസ് കാണുമ്പോൾ അറിയാം, അവർക്ക് വളരെ ലാഘവത്തോടുകൂടിയാണ് അവർ പറയുന്നത്. കാരണം നമുക്കൊന്നും ചെയ്യാനില്ല. ഇതുപോലെ ഞാൻ പറഞ്ഞൊരു കേസിന് ആസ്പദമായൊരു മൃഗമാണ്. ആ മൃഗത്തിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ആൾക്കാർ തയ്യാറാണ്, ഇരട്ടി വില കൊടുത്തും അത് വളർത്താൻ തയ്യാറാണെന്ന് അവിടെ എത്തിയപ്പോഴത്തേക്ക് അറിയാൻ കഴിഞ്ഞത്. അതിനെ കെട്ടിത്തൂക്കി അറുത്ത് മുറിച്ച് ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. പക്ഷേ എന്താ ചെയ്യാൻ പറ്റുക? ഈ പറയുന്ന ഒരു ചേച്ചി ഇപ്പോൾ കിടക്കുന്നത് അത്രയും, ഇവരാണ് പറഞ്ഞത്, അത്രയും അബോധാവസ്ഥയിൽ കിടക്കുകയാണ് ചേച്ചി. എന്നോട് അവർ പറഞ്ഞ ഒരു മറുപടിയും കൂടെ ഞാൻ പറയാം. കാരണം പോലീസുകാർ പറഞ്ഞു എന്ന് പറഞ്ഞു. പോലീസുകാർ പറഞ്ഞു ഇത്രയും പെട്ടെന്ന് അതിനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞു. ആ ഒരു മൃഗം സ്വന്തം സ്വരക്ഷയ്ക്ക് വേണ്ടി കിടന്ന് ഓടിയതാണ്. കൊല്ലാൻ വേണ്ടി പിടിച്ച മൃഗമായാലും മനുഷ്യയായാലും കിടന്ന് ഓടും. അങ്ങനെയുള്ള പരാക്രമത്തിനിടയ്ക്ക് സംഭവിച്ചൊരു കാര്യം കൂടിയാണ് ഇവിടെ സംഭവിച്ചത്. അന്ന് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ആ ഒരു സ്കൂള് വിട്ട് പിള്ളേരൊന്നും വരാത്തത് വലിയ ഭാഗ്യമേ, അല്ലെങ്കിൽ ഒരുപാട് വലിയ ദുരന്തം അല്ലേ? അതൊരു വലിയ ഭാഗ്യമാണ്. കാരണം ഇതൊരു അരമണിക്കൂറൂടെയൊക്കെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ സ്കൂൾ വിടുന്ന സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ നിറച്ച് കുട്ടികളുള്ള സ്ഥലമാണ്, സ്കൂൾ തൊട്ടടുത്തുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ കുട്ടികൾ വന്നിരുന്നെങ്കിൽ ഇതൊരു വലിയ ദുരന്തമായി മാറിയാണ്. ഒരാളിനോ 2 പേർക്കോ ഒന്നും നമുക്കൊരു എണ്ണം വയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയായിരുന്നു. പിന്നെ ദൈവകാരുണ്യം കൊണ്ട് അതൊന്നും അത്രയും സംഭവിച്ചില്ല എങ്കിൽ പോലും ഇല്ലായിരുന്നു. ആ റോഡിലത് കണ്ടത് തന്നെ ഇവിടുത്തെ ആശാ വർക്കറാണ് പുള്ളിക്കാരി ആദ്യം കാണുന്നത്. അപ്പോഴത്തന്നെ അപ്പുറത്ത് ഇത് ചെയ്തു. എന്നിട്ട് ആംബുലൻസ് വിളിച്ചു. അവർ അപ്പോഴത്തന്നെ അവർ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള എല്ലാ സംവിധാനവും പുള്ളിക്കാരി ചെയ്തു. എന്നിട്ട് അത് കഴിഞ്ഞാണ് വീട്ടുകാരും നമ്മളൊക്കെ അറിയുന്നത്. ഈ ചുറ്റും ഈ കണ്ടില്ല. ഇല്ല, വീഴുകയാണ്. അതായത് ഈ കാള വന്നിട്ട് കുത്തി പൊക്കി ഇടുകയാണ്. ഇത് അങ്ങനെയാണ് സംഭവിച്ചത്. വീണ് അത് കൊണ്ട് ഓടിയതല്ല, അതിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓട്ടമാണ്. വണ്ടിയിൽ നിന്ന് എടുത്ത് ചാടി ഓടിയതല്ല. എന്തായിരുന്നാലും ഒരു വലിയ അത് മാത്രം എനിക്ക് പറയാനുള്ള കാര്യമില്ല. നമ്മൾ ആറ്റിങ്ങൽ മാർക്കറ്റിലെ ഈ പറയുന്ന ദുരവസ്ഥയെക്കുറിച്ചാണ്.
അവിടെ ഈ പറയുന്ന എല്ലാ ഷെൽട്ടറും ഉണ്ടാക്കി വച്ചിട്ട് പോലും ഇപ്പോഴും മാർക്കറ്റിലുള്ള ആൾക്കാരൊക്കെ ഈ പുറത്തിരുന്നാണ് മത്സ്യ കച്ചവടം നടത്തുന്നത് അല്ലേ? അതുകൊണ്ട് നമ്മുടെ ഈ ലോക്കൽ ബോഡിയല്ലേ അതൊക്കെ ചെയ്യേണ്ടത്. ഒരു മാർക്കറ്റ് കെട്ടിയിട്ടിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപകൾ മുടക്കി മാർക്കറ്റ് കെട്ടിയിട്ടിട്ടുണ്ട് വർഷങ്ങളായിട്ട്. ആർക്കാണ് ഉപകാരം? അവിടെ മത്സ്യം കച്ചവടം വരുന്നവർക്ക് അതിനുകൊണ്ട് ഉപകാരമില്ല. ഈ ഇറച്ചി വിൽക്കുന്നവർക്ക് അതുകൊണ്ട് അവർക്ക് സഹായമില്ല. അല്ലെങ്കിൽ കച്ചവടം നടക്കുന്നത് കണ്ടൂടെ? പകൽ സമയത്ത് ചന്ദ്രറോഡിലും പകലും രാത്രിയും ചന്ദ്രറോഡിലാണല്ലോ കച്ചവടം നടക്കുന്നത്. റോഡിലാണ് കച്ചവടം, ചന്തയ്ക്കകത്ത് കച്ചവടം ഇല്ല. പിന്നെ എന്തിന് ഇത്രയും പൈസ ജനങ്ങളെ ഈ നികുതി പണം എടുത്ത് ഇത്രയും കെട്ടിയിടുന്നത്? ഇതിനൊക്കെ ഒരു അറുതി വന്നേ പറ്റൂ. കാശ് മുടക്കി നമ്മൾ എന്തെങ്കിലും ഒരു പ്രസ്ഥാനം അവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ജനങ്ങൾക്കൂടെ ഉപകാരപ്പെടണം. ആ രീതിയിലായിരിക്കണം ഉണ്ടാക്കേണ്ടത്. ആർക്ക് വേണ്ടി? അതാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ആർക്ക് വേണ്ടിയിട്ട്? ഇവർ ഇത്രയും ഒരു വലിയ സ്ഥലമുണ്ട് അവിടെ, ആ ബിൽഡിങ്ങിനകത്ത് പിന്നെ ചാണകം തൂറി പശു നിൽക്കുന്നു. അവിടെ മത്സ്യം വിൽക്കാനുള്ള സ്ഥലത്താണ് ചാണകം തൂറി പശു നിൽക്കുന്നത്. പശുവിനെ കൊണ്ട് അവർ ഇന്നോ നാളെയോ അറക്കാനുള്ളതിനെ കൊണ്ടുവന്ന് കെട്ടി ഇടുന്നത് അവിടെയാണ്. സ്ഥലമാണ് അത്, ഫിഷ് സ്റ്റാളാണ്. പക്ഷേ ചെയ്യുന്നത് ഇതാണ്. അതിന് അങ്ങോട്ട് പിന്നെ ഈ ഇറച്ചി വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാർ മാത്രമേ അങ്ങോട്ട്. ഇന്ന് രാവിലെ നമ്മൾ കണ്ട കാഴ്ച ഈ പശു, ഈ പറഞ്ഞ കാളയെ 2 കാലും കെട്ടിയിട്ടൊക്കെ അവിടെ ഇട്ടേക്കുന്ന കാഴ്ചയാണ്. മീൻസ് അത് നമ്മളെ കാണുമ്പോഴത്തേക്ക് പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അതായത് ഈ കാല് കെട്ടിയിടണമെന്നൊന്നും നിയമത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ. സുരക്ഷിതമായിട്ട് ബന്ധിച്ചിടണമെന്നല്ലേ ഉള്ളൂ. ഈ കാലുകൾക്ക് തമ്മിൽ കെട്ടി നിലത്തിടുന്നതിനോട് നമുക്കൊന്നും യോജിപ്പില്ല. ഇങ്ങനെ ആൾക്കാർ ഈ മൃഗങ്ങളെ കൊല്ലുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷേ അത് മനുഷ്യജീവനൊരു ആപത്തായി വരുമ്പോഴത്തേക്ക് അതിപ്പോൾ ഒരു ഭീഷണിയായില്ലേ? ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവൻ ഇപ്പോൾ ഇന്നോ നാളെയോ എന്നുള്ള രീതിയിലാവുമ്പോഴത്തേക്കും മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഇതൊക്കെ ചെയ്യാനും ചെയ്യിപ്പിക്കാനും വഴിക്ക് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ മറ്റുള്ളവർ പൊതുജനങ്ങൾക്ക് ഇത് ഉപകാരപ്പെടാനുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ വന്നേക്കുന്നത് എന്താണ്? എല്ലാം നമുക്ക് നേരെ എതിരായിട്ടാണ് വരുന്നത്. ഇപ്പോൾ തന്നെ ഈ നേരത്തെ നമ്മളൊരു കാര്യം പറഞ്ഞത്, ഇവിടെ സംഭവിച്ചത് ആ സ്കൂൾ വിട്ട സമയത്തോ അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ മാർക്കറ്റിലോട്ടോ പോയിരുന്നെങ്കിൽ അങ്ങോട്ടാണ് ഓടിയിരുന്നത്. തീർച്ചയായിട്ടും ഒരു വലിയ അപകടം ഒഴിവായി എന്ന് പറയാം. കാരണം ഞാൻ ഇന്നലെ ആ വാർത്തയ്ക്കകത്ത് പറഞ്ഞായിരുന്നു, കാരണം ഒരു വലിയ അപകടം ഒഴിവായി. കാരണം ഇത് സ്കൂള് വിട്ട് വരുന്ന വഴിയാണെങ്കിൽ ഇത്രയും പിള്ളേരെ ഇടിച്ചുകൊണ്ടായിരിക്കും പോകുന്നത് അല്ലേ? വേറൊരു കാര്യമുണ്ട്, ഈ മൃഗങ്ങൾക്ക് ഈ കളറുകൾ കണ്ടു കഴിഞ്ഞാൽ ഒരു കുറച്ചുകൂടെ വയലൻ്റ് ആവുന്നതാണ്. അപ്പോൾ ഈ കുട്ടികളൊക്കെ, പെൺകുട്ടികളും ഇതൊക്കെ വരുമ്പോഴത്തേക്ക് അവർ ചിലപ്പോൾ ഈ എടുത്തേക്കുന്ന സൽവാർ കമ്മീസോ പാവാടയോ ഇതിൻ്റെയൊക്കെ കളർ കണ്ട് ഈ കുട്ടികളെ എല്ലാം കൂടെ ഇടിച്ചിട്ട് ഇത് മാർക്കറ്റ് റോഡിലോട്ട് അല്ലെങ്കിൽ കച്ചേരി കളറൊക്കെ ആണെങ്കിൽ ഇതിനെ അതെ. അപ്പോൾ ഈ കച്ചേരി ഇടയിലോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിറച്ച് വണ്ടികളും കാര്യങ്ങളും ആൾക്കാരും ഒക്കെ ഉള്ളതാണ്. ഇത് പിന്നെ ഈ റൂട്ടിലോട്ട് പോയതുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. കാരണം ഇങ്ങനെ അറക്കാൻ വരുന്ന മൃഗങ്ങളുടെ ഉത്തരവാദിത്വം മൊത്തം ഈ പറയുന്ന കൊണ്ടുവരുന്ന മുതലാളിമാർക്ക് വേണ്ടി മാത്രമാണ്. കാരണം അവർക്ക് മാത്രമാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം. പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് നിരത്തിലേക്ക് സാധനം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക, അത് ഉത്തരവാദിത്വം ജനങ്ങൾക്കൊന്നുമല്ല, അവർക്ക് തന്നെ മാത്രമാണ്. കാരണം ഇന്നലെ നമ്മൾ കണ്ട കാഴ്ചയാണ്, ആ വിരണ്ടോടിയ അതിൻ്റെ ചിത്രമൊക്കെ നമ്മൾ കണ്ടതാണ്. വളരെ ഭീകരമായിരുന്നു. ശ്രദ്ധിക്കണം. കുറച്ച് പേർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ജീവനെ ബലികഴിക്കാൻ പാടില്ല. എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് ഇന്നലെ അതെല്ലാം ഒഴിവായി കിട്ടി എന്നുള്ളത് എന്താ പറയുക, നമ്മുടെ ഭാഗ്യം അല്ലേ? ഒരു കാര്യം കൂടെ പറയാനുള്ള, എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അധികാരികൾ ഇറങ്ങിയിട്ട് കാര്യമില്ല. ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ ആദ്യം ശ്രദ്ധിക്കുക എല്ലാവരും. കാരണം ഇതുപോലെ ഇനിയിപ്പോൾ നാളെയും സംഭവിക്കാം. കാരണം അത്ര വളരെ കെയർലെസ് ആയിട്ടല്ലേ ഓരോ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത്. ഈ പറയും പോലെ ഈ പറയുന്ന ഒരു സമാന്തര കച്ചവടക്കാരൻ അവിടെ ഒരു വലിയ ഇതൊക്കെ നടത്തി, പച്ചക്കറി നടത്തിയപ്പോഴത്തേക്ക് എല്ലാ മീൻ കച്ചവടക്കാരും അങ്ങോട്ട് പോയി. അവിടെ നിരന്തരം ട്രാഫിക് ബ്ലോക്കായി ഒക്കെ വിഷയമൊക്കെ ഉണ്ടായി. ഇപ്പോഴും അവിടെ ട്രാഫിക് ബ്ലോക്കാണ്. അതൊക്കെ നമ്മൾ ഉന്നയിച്ചിട്ട് വരും. അത് ഒരു സ്ഥലത്തല്ലെന്നല്ല, ഈ ഗേൾസ് ഹൈസ്കൂൾ റോഡ് മുതൽ നമ്മൾ ഏതാണ്ട് മൃഗാശുപത്രിയുടെ അത്രയും ഭാഗത്തോട്ട് വരുമ്പോൾ ഒരു 25 മീൻകുട്ടക്കാരെങ്കിലും എല്ലാ ദിവസവും വൈകിട്ട് 4 മണിക്ക് ശേഷം അവിടെ ഉണ്ടാവും. ഈ മീൻകുട്ടക്കാരും അവിടുത്തെ വെജിറ്റബിൾ അത് അവർ കട നടത്തുന്നതാണ്. മറ്റുള്ളവർ സൈഡിലാണ്. അവിടെ ഒരു മുനിസിപ്പാലിറ്റി വലിയൊരു ബോർഡ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഇവിടെ അങ്ങനെ ഉള്ള കച്ചവടങ്ങൾ നടത്തരുതെന്ന്. ഈ ബോർഡ് വയ്ക്കുമ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്വം കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് മുനിസിപ്പാലിറ്റി ഇവിടെ ഇത് ചെയ്യുന്നത്. അത് കണക്കിന് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഇത് ചന്ത ലേലം വിളിച്ചേക്കുന്നവൻ ഈ ലോകം മൊത്തം നടന്നു പിരിക്കും. ചന്തയ്ക്കകത്ത് ഒരു മനുഷ്യനും കച്ചവടം ഇല്ല. അല്ലെങ്കിൽ 1-2 പേര് വന്നിരിക്കും. ആരോഗ്യ വകുപ്പ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അവരല്ലേ ഇത് നടപടി എടുക്കേണ്ടത്. ഇങ്ങനെ വഴിയിലും റോഡിലും വെച്ച് കച്ചവടം ചെയ്യുമ്പോൾ അതിനെതിരെ അവർക്ക് ആദ്യം നോട്ടീസ് കൊടുക്കുക, ഇത് അലൗഡ് അല്ല, ഇത് അനുവദനീയമല്ല,
ചന്തയ്ക്കകത്ത് വെച്ച് നടത്തണമെന്ന് ലെറ്റർ കൊടുക്കാമല്ലോ. ഈ പണ്ടത്തെ രീതിയൊന്നുമല്ല. ഇന്നിപ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും വാഹന സൗകര്യവും കാര്യങ്ങളും ഉണ്ട്. അവരിവിടെ അല്ലെങ്കിൽ അപ്പുറത്ത് പോയി സാധനം വാങ്ങിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ഈ റോഡിലുള്ള കച്ചവടങ്ങൾ, പ്രത്യേകിച്ചും ഇങ്ങനെ റോഡ് വക്കത്ത് ഇരിക്കുന്ന ഈ മത്സ്യ കച്ചവടങ്ങൾ മെയിനായിട്ട്, അല്ലാതെ തന്നെ ഫുട്പാത്ത് കച്ചവടങ്ങൾ ഇവിടെ ഇഷ്ടംപോലെ ആറ്റിങ്ങൽ ടൗണിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് അതിൻ്റെ കൂട്ടത്തിലായി കഴിഞ്ഞാൽ ആൾക്കാർക്ക് വളരെ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. അറിയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വഴിയോര കച്ചവടക്കാരിൽ നിന്ന് നല്ല രീതിയിൽ ഈ പറയുന്ന ആൾക്കാരെ കാശ് പിരിക്കാറുണ്ട്. നമ്മൾ 100 തവണ ചൂണ്ടിക്കാണിച്ചപ്പോഴത്തേക്കും നമ്മുടെയൊക്കെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വീട്ടിൽ വരെ ആൾക്കാർ വന്നിട്ടുണ്ട്. കാരണം അവരുടെ സംഭവമൊന്നുമില്ല, അവരെല്ലാം ചെയ്യുന്നവരുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു സ്ത്രീയുടെ മരണാസന്നമായ നിലയിൽ വരെ നമ്മൾ എത്തിക്കുന്നൊരവസ്ഥ എത്തി. ഇനിയെങ്കിലും കണ്ണ് തുറക്കൂ എൻ്റെ പ്രിയപ്പെട്ട ഈ പറയുന്ന ആറ്റിങ്ങൽ നഗരസഭ, കണ്ണ് തുറക്കൂ. കാരണം ഇത്രയും വിഷയങ്ങൾ, ഒരു സ്ത്രീ മരണാസന്നയായി കിടക്കുകയാണ്. ഇപ്പോഴെങ്കിലും കണ്ണ് തുറക്കൂ. നിങ്ങൾ ഈ പറയുന്ന കൈക്കൂലിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കൂ. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നോട് ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. എന്നോട് ഒരു സ്ത്രീ പറഞ്ഞാൽ ആറ്റിങ്ങൽ നഗരസഭയിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരേ ഒരു സാധനം അലാം എന്നാണ്. ഒരു അലാറം അടിക്കുന്നതാണ് ആകെ ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ബാക്കിയെല്ലാം എന്ത് അവിടെ നഗരസഭയ്ക്കകത്ത് എങ്ങനെ കയറി കഴിഞ്ഞാലും അവിടെ ചുമര് വരെ കൈക്കൂലി വാങ്ങും എന്നാണ് എന്നോട് പറഞ്ഞ ആൾക്കാർ. ഒരു 100 പ്രാവശ്യം ഞങ്ങൾ വാർത്തയിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇത്രയും ഫെസിലിറ്റി, ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് പോലും മതിയായിട്ട് ഈ മൃഗങ്ങളെയോ മത്സ്യങ്ങളെയൊക്കെ വിൽക്കാനും സംരക്ഷിക്കാനും ഒക്കെ ഉള്ള സംരംഭം ഉണ്ടായിട്ട് പോലും ആരും നമ്മുടെ നഗരസഭ ഒരു ചെറു വിരൽ പോലും അനക്കുന്നില്ല എന്നുള്ളത് ഭയങ്കര വിഷയമാണ്. കാരണം അതുകൊണ്ടാണ് ഇന്നൊരു ചേച്ചി ഇപ്പോൾ ഈ ICL കിടക്കുന്നൊരവസ്ഥ നമ്മൾ കാണേണ്ടി വരുന്നത്. ആ മൃഗം ചാടി ഓടി. ഒരു പക്ഷേ ഇത് ഒരു അപകടം ഉണ്ടാകുമ്പോൾ മാത്രമേ ഇവരുടെ കണ്ണ് തുറക്കൂ എന്ന് ആണെങ്കിൽ ഇനി ഒരുപാട് അവിടെ വീണ്ടും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം ഇവരെ കണ്ണ് തുറക്കാൻ വേണ്ടി. ക്യാമറമാൻ അരുൺ സാറിനൊപ്പം സയ്യിദ് മാലാർ സൈനിങ് ഓഫ്.